കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണേട്ടന് എനിക്കൊരു ഒരു പത്രത്തിൻ്റെ കട്ടിങ് അയച്ചു കേട്ടോ. ChatGPT നമ്മളുടെ ചിന്താശേഷി കുറക്കുമെന്ന്. തീർച്ചയായിട്ടും ChatGPT പലപ്പോഴും ഇന്നത്തെ കാലത്തൊക്കെ എനിക്കൊക്കെ ഒരുപാട് ടൈം എടുത്തെടുക്കേണ്ട പല കണ്ടൻറ്റും ഒരു നിമിഷ നേരം കൊണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ ചിന്താശേഷി കുറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലുള്ള ചിന്താശേഷി കുറക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുപോലുള്ള ടാസ്കുകൾ, മെൻ്റൽ എനർജി എടുത്ത് ചെയ്യേണ്ട ടാസ്കുകൾ, ഇത് നമ്മൾ ChatGPTക്ക് കൊടുത്താലും നമ്മുടെ ചിന്തകളെ അതിലും വലിയൊരു ഔന്നത്യ രൂപത്തിലേക്ക് ഉയർത്താൻ നമുക്ക് ChatGPT കൊണ്ട് സാധ്യമാവുന്നുള്ളതാണ്. കാരണം നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ട അറിവുകളൊക്കെ ChatGPT തരും. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷനിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ഒരുപക്ഷെ നമ്മളിൽ കൂടുതൽ ചിന്താശേഷിയുള്ള ChatGPTക്ക് മേലെ വളരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളെ വളർത്താൻ ChatGPTക്ക് സാധ്യമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു കണ്ടൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ചിന്താനും നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുന്നില്ല അല്ലേ? പണ്ടത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ നിന്ന് കോഴിക്കോട് വരെ എത്തണമെങ്കിൽ അതിൻ്റെ റൂട്ട്, ഗൂഗിൾ മാപ്പ് ഇതൊന്നും ഉണ്ടാവില്ല. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് വേണം ട്രാക്ക് ചെയ്യാൻ. ചന്ദ്രൻ്റെയൊക്കെ ദശയൊക്കെ നോക്കിയിട്ട് വേണം. അന്നത്തെ മനുഷ്യൻ്റെ ആ ചിന്ത എന്ന് പറഞ്ഞാൽ അത്രയും ആ ഒരു കാര്യത്തിൽ ലിമിറ്റഡാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കോഴിക്കോട് എത്തണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. നമ്മൾ ഈസിയാക്കി. അപ്പം നമ്മുടെ ചിന്തകളെ മറ്റൊരു കാര്യത്തിലേക്ക് ആക്കി കൊടുക്കാൻ ഇതുകൊണ്ട് സാധ്യമാകും. പക്ഷേ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മനുഷ്യൻ തൻ്റെ ചിന്തകളെ, തൻ്റെ പോസിബിലിറ്റീസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം തൻ്റെ മനസ്സിനെ ടോക്സിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിന്തകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മളുടെ ക്രിട്ടിക്കൽ ആൻഡ് ലോജിക്കൽ തിങ്കിങ്ങിനൊക്കെ പകരം നമ്മൾ ഇത് വെറുതെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനെയും മിസ്യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നുള്ള ചിന്തകൾ ഉണ്ടാക്കിയിട്ട് അതിന് സ്റ്റോറീസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചിന്താശേഷി നമ്മൾ നഷ്ടപ്പെടില്ല. കാരണം എന്താണ്? ചിന്താശേഷി നമുക്ക് ഉപയോഗിക്കേണ്ട ഫീൽഡുകൾ മാറുകയാണ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പുകൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഇതിലേക്കൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് ഇതുപോലുള്ള ടെക്നോളജി നമുക്ക് ഇവിടെ ഓൾറെഡി അപ്ലൈഡ് ആയിട്ടുള്ള നോളജുകൾ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുതരാം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടണം. അത് ചിലപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ ലൈബ്രറിയിൽ പോയിട്ടായിരിക്കും കിട്ടേണ്ടി വരിക. ആ ലൈബ്രറി വരെ ഒരു കാര്യം എഴുതി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഒരു കണ്ടൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ 2, 4, 5 മണിക്കൂർ അവിടെ കുത്തിയിരുന്ന് ഇരിക്കേണ്ടി വരും. ചിന്തിച്ച് നമ്മളൊരു കാര്യം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് ചിന്തിക്കെങ്കിലും ആ ചിന്തിച്ചിട്ട് റിസർച്ച് നമുക്ക് ഇല്ലാതാവുമെങ്കിലും ഈ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റിസൾട്ടിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആ ഇൻഫർമേഷനനുസരിച്ച് നമ്മുടെ ചിന്തകളും ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ കണ്ടൻറ്റിനെ കുറിച്ച് ഇന്നിപ്പം 10ാമത്തെ കണ്ടൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ChatGPTയുടെ ഒന്നും സഹായം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് 2 കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ 10 കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻഷുറൻസിൻ്റെ കുറിച്ച് 3 കണ്ടൻറ്റ് ഉണ്ടാക്കി. എനിക്ക് എവിടുന്ന് ഇൻഫർമേഷൻ കിട്ടും? ഞാൻ ആ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഒരു ജേർണൽ വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് കണ്ടൻറ്റ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെക്കുറിച്ചിട്ടു ChatGPTയിലിട്ടു. ആ ChatGPT എനിക്ക് ഒരു ഇൻഫർമേഷൻ തന്നു. ആ ഇൻഫർമേഷൻ ഇപ്പോൾ ഇന്ന് എൻ്റെ തലയിലുള്ളത്. ആ ഇൻഫർമേഷൻ എനിക്ക് പ്രാക്ടിക്കൽ ആകുന്നൊരവസ്ഥയിൽ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ വിഷബാധയെക്കുറിച്ച് ഞാൻ പെട്ടെന്നൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി. ഈ വിഷബാധയെക്കുറിച്ച് ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയിരുന്നെങ്കിൽ എനിക്കിന്ന് ഒരു വിഷബാധയെക്കുറിച്ച് മാത്രമേ ഇന്ന് എനിക്ക് ചിന്തിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ദിവസം മുഴുവനും വിഷബാധയെക്കുറിച്ച് പഠിക്കാനും അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് വിഷബാധയെക്കുറിച്ച് പഠിക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ സോയാബീൻ കഴിച്ചപ്പോൾ സോയാബീൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കാനും ആ സോയാബീൻ്റെ ആരോഗ്യക്കുറിച്ച് എൻ്റെ ബ്രെയിനിൽ നല്ല അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവിടെയുണ്ട്. ഇനി സോയാബീൻ്റെ ഒരു ഭക്ഷണം കാണുമ്പോൾ ഈ ചിന്തകൾ എന്നിലേക്ക് ഓടിയെത്തും. നമുക്ക് വാസ്റ്റ് മേഖലയിൽ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഫെസിലിറ്റീസാണ് ഇന്ന് ChatGPT ഒരുക്കി തരുന്നത്. മനസ്സിലായില്ലേ? കാരണം നമുക്ക് ആ ഇൻഫർമേഷൻ ChatGPT തന്നാലും പിന്നെയും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ ചിന്തിച്ചറിവ് പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താക്കും? നമ്മുടെ ചിന്താശേഷിയെ ഇതിനൊപ്പം വളരാൻ വേണ്ടി നമ്മൾ സഹായിക്കാണ് വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വിഷബാധയെക്കുറിച്ച് മാത്രമേ പണ്ടായിരുന്നെങ്കിൽ പറ്റുള്ളൂ. ഇന്ന് വിഷബാധയെക്കുറിച്ച് ഞാൻ കണ്ടൻറ്റ് ഇട്ടു. പിന്നെ അതിന് മുമ്പ് ഒരുപാട് ഇന്ന് മ്യൂസിക്കിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഇട്ടു. ഇന്ന് യോഗ ഡേ ആണ്, യോഗ ഡേയെക്കുറിച്ച് ഇട്ടു.
ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ പെട്ടെന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് എന്താണ്? അല്ലെങ്കിൽ ഇന്ന് യോഗനെക്കുറിച്ച് തന്നെ റിസർച്ച് ചെയ്തിട്ട് എൻ്റെ സമയം മുഴുവനും പോയിട്ടുണ്ടോ? നമ്മളെ സമയത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഇന്ന് ChatGPT പോലെ നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മളൊരു പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. ഈ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് നിർത്താൻ നമുക്ക് സാധ്യമാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പലരും നമ്മളെ മെൻ്റൽ, ഇപ്പം ChatGPTയിലൂടെ ഒരു അറിവ് നമ്മൾ അന്വേഷിക്കുമ്പം അത് നമുക്കൊരു മെൻ്റൽ ന്യൂട്രീഷനാണെന്നെങ്കിൽ പലപ്പോഴും ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മെൻ്റൽ പോയ്സണിങ് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളത്. അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളും മറ്റേതും മറിച്ചതും മറ്റു പലതും ഇട്ടിട്ട് നമ്മുടെ തലച്ചോറിനെ വികൃതമാക്കുന്ന ഒരു പോയ്സണസ് ആക്കുന്ന ഇൻഫർമേഷൻസ് ഉള്ളത്. അതിന് പകരം ഇത് നല്ല ലോകിലൂടെ നമ്മുടെ ചിന്തകൾ ഓരോ ദിവസവും ചിന്തിക്കാതെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലെ ശ്വാസകോശത്തിൻ്റെ ശ്വാസം പോലെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കൂടുതൽ കരുത്തുറ്റതാക്കാനാണെന്ന് നമ്മുടെ ടെക്നോളജി സഹായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അതിലൂടെ കാണണം എന്ന് മാത്രം, അല്ലാതെ അനാവശ്യ വിഷയങ്ങളിലൂടെ നമ്മുടെ ചിന്തകളുടെ കടത്തി വിട്ടിട്ട് നമ്മുടെ മനസ്സിനെ തകർക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പറയാനുള്ളത്. ഓക്കെ.